നമ്മുടെ അനുമോൾക്കെതിരെ ഗ്രൂപ്പ് അറ്റാക്ക് നടക്കുകയാണ്. പുറത്തുനിന്ന് വന്നിട്ടുള്ള റീ എൻട്രികൾ എല്ലാവരും കൂടെ ചേർന്ന് അനുവിനെ ശരിക്കും വന്ന ദിവസം തൊട്ട് നല്ല രീതിക്ക് ഒരാളെന്നില്ല എല്ലാവരും നല്ല രീതിയിൽ അനുവിനെ ഹേർട്ട് ചെയ്ത് അനുവിനെ ഒരുപാട് പ്രകോപിപ്പിച്ച് അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യാണ്. കുറ്റം പറഞ്ഞ് ശൈത്യം മടുത്തു. നമ്മുടെ ആദില, നൂറ, കട്ടപ്പ ഓൾറെഡി മാറിക്കഴിഞ്ഞു അനുവിൻ്റെ അടുത്തു നിന്ന്. ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം നമ്മുടെ അനീഷ് ചേട്ടനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. യൂസ് ചെയ്ത് അനീഷ് ചേട്ടൻ്റെ മനസ്സിൽ ആ ഇഷ്ടത്തിൻ്റെ ആ ഒരു ഇതിട്ട് കൊടുത്തത് അനു ആണെന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും പറയുന്നത്. അനുമോൾ കൈയും കാലും കാണിച്ച് ഓരോ ആക്ഷൻസ് കാണിച്ച് അനീഷ് ചേട്ടൻ്റെ മനസ്സിൽ ആ പ്രേമം ഇട്ട് കൊടുത്തതാണെന്നും അനീഷ് ചേട്ടനെ യൂസ് ചെയ്യുന്നത് ആണെന്നും ഉള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട് അത് തമാശയ്ക്ക് ചെയ്തതാണെന്ന്. അപ്പം നമ്മുടെ അപ്പാനി ഇത്രയും ദിവസം നേരം അപ്പാനി മിണ്ടാതിരിക്കായിരുന്നു. അപ്പാനി നീ ചെയ്ത തമാശ, ഞങ്ങൾ ചെയ്ത സീരിയസ്. എന്താ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അപ്പാനിയും അനുമോളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ബിൻസി ഇറങ്ങിപ്പോയ സമയത്ത് അപ്പാനി കാരണമാണ് ബിൻസി ഇറങ്ങിപ്പോയെന്നുള്ളൊരു വാക്ക് അനുമോൾ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനുശേഷം അനുമോൾ ചെന്ന് അപ്പാനിയുടെ അടുത്ത് കാല് പിടിച്ച് സോറി പറഞ്ഞ് അത് സോൾവ് ചെയ്ത ഇഷ്യൂ ആണ്. എവിടെയൊക്കെയോ കേട്ടൊരു ന്യൂസാണ് അനു വഴക്കുണ്ടാക്കിയ സമയത്ത് അപ്പാനിയുടെ ഇറിറ്റേഷൻ സഹിക്കാൻ വയ്യാതെ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞു പോയി. അതിനുശേഷം അനു സോറി പറഞ്ഞു. അപ്പോൾ ഇതും വെച്ചിട്ടാണ് ഇവിടെ ബിൻസി കയറി വന്നേക്കുന്നത്. ബിൻസിയുടെ മനസ്സിൽ വന്ന ദിവസം തൊട്ട് ആ ഒരു കിടക്കാണ്, ആ ഒരു പക കിടക്കുക. എങ്ങനെയെങ്കിലും അനുവിനെ ഇവിടെ തെറിപ്പിക്കണം, അല്ലെങ്കിൽ അനുവിൻ്റെ അടുത്ത് നല്ല രണ്ട് പറയണം എന്നുള്ളത് ആ ഒരു ചിന്ത ബിൻസിയുടെ മനസ്സിൽ വന്ന ദിവസം തൊട്ടുണ്ട്. ഓൾറെഡി ഇവളുമാരെല്ലാം 1, 2, 3 ആഴ്ചകളായപ്പോൾ തന്നെ ഇറങ്ങിപ്പോയതല്ലേ. അപ്പോൾ അനു ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അനുമോൾ പറയുന്നുണ്ട് ഞാൻ അനീഷേട്ടനോട് കാണിച്ചത് തമാശയാണെന്ന് പറഞ്ഞപ്പം അപ്പാനി ചോദിക്കുന്നു നീ കാണിച്ച തമാശ ഞങ്ങൾ ചെയ്ത സീരിയസ് ആണല്ലേടി. അനുമോളപ്പോൾ പറയാണ് നീ അപ്പാനിയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇടപെട്ട് അപ്പാനിയുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും അക്ബർ വന്ന് പറയുന്നുണ്ട് ഒരാളുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതിന് മോശപ്പെട്ട അർത്ഥമാണോ എന്നുള്ളത്. എല്ലാവരും അനുമോൾക്കെതിരെയാണെന്ന് കണ്ടപ്പം അനുമോൾക്ക് നല്ല നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് നമ്മുടെ ആദില നല്ല രീതിക്ക് ആദിലയുടെ ഒറിജിനൽ സ്വഭാവം എപ്പോഴും പുറത്തെടുക്കുന്നതാണ്. അനുമോൾ എന്താണിത് മനസ്സിലാക്കാത്തതെന്ന് അറിയത്തില്ല. അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് നീ ഇങ്ങനെ പറയുന്നത് ഞാൻ കരുതിയില്ല നുണച്ചി എന്ന് അനുമോളെ പറയുകയാണ്. എന്തൊരു ഫ്രണ്ടാണ് ഇവൾ, എന്താണ് ഇവൾ എല്ലാവരോടും വന്ന് അനുമോളെ ക്രൂശിക്കുന്നത് കണ്ടപ്പോൾ അവൾ വിചാരിച്ചു അനുമോൾ പുറത്ത് തീർന്നെന്ന്. അതിനുശേഷം നമ്മൾ ബിൻസി പറയുകയാണ് ഞാനുള്ളപ്പോഴെങ്ങാണ് നീ ചെറ്റ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ കൈ വെച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോത്തുള്ളൂ. ഇവൾ മാത്രമല്ലല്ലോ, ഷാനവാസ് എന്തൊക്കെ ഷോ കാണിച്ചു. ഷാനവാസിൻ്റെ അടുത്ത് എന്താ ഇവൾ ഷോ കാണിക്കാൻ ചെല്ലാത്തത്? ഷാനവാസിനെ പോയി അടിക്കുക. ഷാനവാസല്ലേ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടന്നത്. അനുമോൾ ആ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പാനിയുടെ അടുത്ത് പോയി സോറി ചോദിച്ച ആളാണ്. അന്നേരം തന്നെ പോയി സോറി ചോദിച്ച ആളാണ്. അതിനുശേഷം അനുമോളുടെ മെക്കട്ടൻ കയറുകയാണ്. നീ ഇവിടെ നിൽക്കുന്നത് നീ PR കൊണ്ട് മാത്രമാണ്, നീ പുറത്ത് കൊടുത്ത പൈസ കൊണ്ട് മാത്രമാണ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ശൈത്യ കൊടുത്ത പൈസ പോയി, ബിൻസി കൊടുത്ത പൈസ പോയി, ഇവർ കൊടുത്ത പൈസയ്ക്ക് ഇവരുടെ PR നല്ല രീതിക്ക് ജോലി ചെയ്യുന്നത് ഇവരുടെ കുറ്റമാണ് അല്ല ആരുടെ കുറ്റം? അനുമോളുടെ കുറ്റമാണ്. അനുമോളുടെ PR നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തായാലും എല്ലാ എണ്ണം കൂടെ അനുമോളെ ഇന്ന് പുഴുങ്ങി എടുക്കുന്നുണ്ട്. ആകപ്പാടെ ഇച്ചിരി നല്ല രീതിയിൽ ആ റന ഫാത്തിമ മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പാനി വന്ന സമയത്ത് നല്ലതായിരുന്നു. ബാക്കി എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞും മറിഞ്ഞും ഒതുങ്ങിയും പതുങ്ങിയും എല്ലാം അനുമോളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും അനുമോൾക്ക് കപ്പ് കൊടുക്കും. പക്ഷേ ഇവരെല്ലാം ഇവിടെ പറഞ്ഞു തീർക്കാൻ പോകുന്നത് അനുമോൾ PR കൊണ്ട് മാത്രം കപ്പ് കിട്ടിയ ഒരാളെന്ന രീതിയിലായിരിക്കും ഇവരെല്ലാവരും ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ വളരെ സംഘർഷഭരിതമായ സമയങ്ങളായിരിക്കും, മുഹൂർത്തങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്ഡേറ്റ്സിനായിട്ട്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ആ അനീഷേട്ടനെ മഷിയിട്ടാൽ കാണുന്നില്ലല്ലോ. ആ ഷാനവാസ് എന്ത് ചെയ്യും? എല്ലാത്തിനും വളം വെച്ച് കൊടുത്ത ഒരുത്തൻ ഷാനവാസ്. എന്നിട്ട് അയാൾ കൈമലർത്തി ലാസ്റ്റിൽ. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല എന്നുള്ള രീതി. കട്ടപ്പമാരുടെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. ആരെപ്പോൾ അനുമോൾക്കെതിരെ ആര് ലാലേട്ടൻ തിരിഞ്ഞോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് തിരിഞ്ഞോ അന്നേരം അവളുമാരും തിരിയും. അത്രയും മെനക്കെട്ട 2 എണ്ണങ്ങളാണ് ഈ ലോകത്തിൽ. ലക്ഷ്മി പറഞ്ഞതായിരുന്നു കറക്റ്റ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത 2 എണ്ണം, അത്ര അശ്രീകരങ്ങളായിട്ടുള്ള 2 എണ്ണം. ഈ ബിൻസിയെക്കാട്ടിൽ ശൈത്യയെക്കാട്ടിൽ ഏറ്റവും മുറ്റ് ഈ ആദിലെ നൂറൻ തന്നെ. അതിലൊരു സംശയമില്ല. അനുമോൾക്ക് എവിടൊക്കെ എപ്പൊക്കെ പണി കൊടുക്കാവോ എപ്പൊക്കെ ഇട്ട് കൊടുക്കാവോ അതെല്ലാം ചെയ്യും.